السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. اللهم إنا نسألك العفو والعافية والمعافاة. أما بعد. സഹോദരങ്ങളെ, തൗഹീദ് രണ്ടായി തിരിച്ചാൽ അതിലൊന്ന് തൗഹീദ് അൽ ഇൽം, നാം അറിയേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന, നാം പഠിച്ചിരിക്കേണ്ടുന്ന, നാം ഉറപ്പിക്കേണ്ടുന്ന തൗഹീദാണ്. അതിലാണ് തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും ഉൾപ്പെടുക. അഥവാ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ, അവനാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ എന്നുള്ള വിശ്വാസം. അതുപോലെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കുക. അതിലൊന്നിലും അള്ളാഹുവിന് തുല്യരായി ആരും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുക. ഇതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇൽമാണതെല്ലാം, തൗഹീദുൽ ഇൽം. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. രണ്ടാമത്തെ തൗഹീദ് അത് തൗഹീദുൽ അമലാണ്. തൗഹീദുൽ അമൽ അല്ലെങ്കിൽ തൗഹീദു അൽ ഇറാദത്തി വത്തലബ്. നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ തേട്ടത്തിൽ ഒക്കെ വേണ്ട തൗഹീദാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിലാണ് തൗഹീദുൽ ഇബാദത്ത് ഉൾപ്പെടുക. അഥവാ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം. ഈ രണ്ട് തൗഹീദിനു വേണ്ടിയാണ് അല്ലാഹു ആകാശഭൂമികളെയും നമ്മയുമെല്ലാം പടച്ചിട്ടുള്ളത്. ഒന്നാമത്തെ തൗഹീദ്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും ഉൾപ്പെടും. ആ അർത്ഥത്തിൽ നമ്മൾ തൗഹീദിനെ മൂന്നായി പണ്ഡിതന്മാർ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർദി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ وأن الله قد أحاط بكل شيء علما. الله الذي الله അവനാണ് خلق سبع سماوات, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ. ومن الأرض مثلهن, ഭൂമിയിൽ നിന്ന് അവക്ക് തുല്യമായതിനെയും. അഥവാ 7 ആകാശങ്ങൾ പോലെ 7 ഭൂമിയുമുണ്ട്. മുകളിലേക്ക് 7 ആകാശം ഉള്ളതുപോലെ താഴേക്ക് 7 ഭൂമികളുണ്ട്. അങ്ങനെ ആകാശങ്ങളെ, 7 ആകാശങ്ങളെയും ഭൂമിയിൽ നിന്ന് അതിന് തുല്യമായതിനെയും പടച്ചവനാകുന്നു അല്ലാഹു. യതനസ്സലുൽ അംറു ബൈനഹുൻ, അവക്കിടയിൽ അവന്റെ കൽപ്പന ഇറങ്ങുന്നു. ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു പറയുന്നു, അവൻ ഇത് പടച്ചത് എന്തിനു വേണ്ടിയാണ്? ലിതഅലമൂ, നിങ്ങൾ അറിയാൻ, നിങ്ങൾ പഠിക്കാൻ, നിങ്ങൾ മനസ്സിലാക്കാൻ. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു അവന്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു, അവൻ ഇഹാത്തത്ത് നടത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ. നോക്കൂ, നാം അറിയാൻ, അതിനുവേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചതെന്നവൻ പറയുന്നു. അതാണ് അറിവിന്റെ തൗഹീദ്, തൗഹീദുൽ ഇൽം. രണ്ടാമത്തെ തൗഹീദിനെ കുറിച്ചാണ് അല്ലാഹു
സൂറത്തു അദ്ദാരിയാത്തിലെ പ്രസിദ്ധമായ നമുക്കൊക്കെ അറിയാവുന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നു വർഗത്തെയും ഇൻസ് വർഗത്തെയും മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന്, നാം അറിയാൻ; രണ്ട്, നാം അമൽ ചെയ്യാൻ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. സഹോദരങ്ങളെ, റബ്ബിനെ അറിയുക, അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയുക, അവനെ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ് അടിത്തറ, അടിസ്ഥാനം. അതാണ് ആ അടിത്തറ ബലവത്തായതല്ലെങ്കിൽ അതിനു മുകളിലുള്ള എടുപ്പ്, അതിനു മുകളിലുള്ള കെട്ടിടം അത് ദുർബലമായി തീരും. എടുത്തുയർത്തിയ കെട്ടിടത്തിന് അതിന്റെ മുകൾ ഭാഗത്ത് വല്ല തകരാറും സംഭവിച്ചാൽ അത് നന്നാക്കാൻ എളുപ്പമാണ്. അതേസമയം അതിന്റെ അടിത്തറ ദുർബലമാണെങ്കിൽ ഒന്നാകെ തകർന്നു പോകും. അള്ളാഹു പറഞ്ഞില്ലേ, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹ് വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫി നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അദ്ദാലിമീൻ. അഫമൻ അസ്സസ ബുനിയാന, തന്റെ കെട്ടിടത്തിന്റെ അസ്ഥിവാരമിട്ടവൻ, അലാ തഖ്വാ മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള തഖ്വ, റബ്ബിനോടുള്ള സൂക്ഷ്മത അതിന്റെ മേൽ, വറിദ്വാനിൻ, അള്ളാഹുവിന്റെ തൃപ്തിക്കുമേൽ, അതിനുമേൽ തന്റെ കെട്ടിടത്തിന്റെ അസ്ഥിവാരം പണിതവനാണോ? അമ്മൻ അസ്സസ ബുനിയാന, അതല്ല തന്റെ കെട്ടിടത്തിന്റെ അടിത്തറ പണിതവനാണോ? എവിടെ? അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുർഫിൻ ഹാരിൻ, ഒരു വലിയ കുഴിയുടെ വക്കത്ത് കൊണ്ടുപോയി വിടാറാകുന്ന രൂപത്തിൽ അവിടെ അടിത്തറ പണിഞ്ഞവനാണോ? ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം, എന്നിട്ട് അവൻ നരകത്തിലേക്ക് പതിച്ചുപോയി. ഏതൊരുവന്റെ കെട്ടിടമാണ് ഏറ്റവും നല്ലത്? ഏതാണ് നിലനിൽക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അദ്ദാലിമീൻ. അള്ളാഹു അക്രമികളായ ആളുകളെ അവൻ നേർവഴിയിലേക്ക് നടത്തുകയില്ല. അതുകൊണ്ട് നമ്മുടെ അടിത്തറ നന്നായിരിക്കണം, അടിത്തറ ബലവത്തായിരിക്കണം. ഈ അടിത്തറ അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്, റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ അറിയണമെന്ന്, അവന്റെ നാമങ്ങൾ, അവന്റെ അസ്മാ, അവന്റെ സിഫാത്ത് അത് പഠിക്കണമെന്ന് എത്ര തവണയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്? എത്ര തവണ നിങ്ങൾ നോക്കൂ, എത്ര ആയത്തുകളിലുണ്ട് അള്ളാഹു പറയുന്നത് വഅലമു ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. ഫഅലമു, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിയുക, അന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു അസീസും ഹക്കീമുമാണ് എന്ന്. അവൻ അങ്ങേയറ്റം പ്രതാപവാനാണ്, അവൻ അങ്ങേയറ്റം യുക്തിയുള്ളവനാണ്, അവൻ്റെതാണ് തീരുമാനം എന്ന് നിങ്ങൾ അറിയുക. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, നിങ്ങൾ അറിയുക, നിങ്ങൾ പഠിക്കുക, അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ചെയ്തികൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു, അവൻ ബസീറാണ്. വഅലമു, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെ പുറത്തു തരുന്നവനാണ്, അവനേറെ സഹനശീലനാണ്. ഹിൽമ് അവന്റെ വിശേഷണമാണ്, മഗ്ഫിറത്ത് അവന്റെ സിഫത്താണ്. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം, നിങ്ങൾ അറിയുക, അള്ളാഹു സമീആൻ, അവനെല്ലാം കേൾക്കുന്നവനാണ്, അലീമാണ്, അവനെല്ലാം അറിയുന്നവനാണ്. വഅലമു, നിങ്ങൾ അറിയുക, നിങ്ങൾ പഠിക്കുക, അന്നല്ലാഹ ഗനിയുൻ ഹമീദ്, അള്ളാഹു ഗനിയാണ്, അങ്ങേയറ്റത്തെ ഗിന അവൻ്റെതാണ്, അങ്ങേയറ്റം ഐശ്വര്യമുള്ളവനാണ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അവൻ്റെതാണ്. ഹമീദുൻ, അവനെല്ലാം സ്തുതികൾക്കും അർഹനാണ്. യഅലമു, നിങ്ങൾ അറിയുക, നിങ്ങൾ പഠിക്കുക, അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അവൻ ഏറെ പുറത്തു തരുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. ഫഅലമു അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗല വനിഅമൻ നസീർ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിയുക, അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി, നിങ്ങൾക്ക് നന്മകൾ കൊണ്ടുവന്നു തരുന്നവർ. അന്നല്ലാഹ മൗലാക്കും നിഅമൽ മൗല, അവൻ എത്ര നല്ല രക്ഷാധികാരിയാണ്. വനിഅമൻ നസീർ, നിങ്ങൾ ആപത്തുകളിൽ നിന്ന് സഹായിക്കാൻ, അതിൽ നിന്ന് തടുത്തു നിങ്ങളെ രക്ഷിക്കാൻ എത്ര നല്ല സഹായിയാണവൻ. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ് എന്ന് നിങ്ങൾ അറിയുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
നീ അറിയുക, നീ പഠിക്കുക. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. നോക്കൂ, അല്ലാഹു അവന്റെ അസ്മാ, അവന്റെ സിഫാത്ത് പഠിക്കാൻ പറയുന്നു നമ്മോട്. ഫഅലമു വഅലമു, പഠിക്കൂ നിങ്ങൾ, അറിയൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 30ഓളം ആയത്തുകളുണ്ട്. ഇങ്ങനെ 30-നടുപ്പിച്ച ആയത്തുകളുണ്ട് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതെല്ലാം സഹോദരങ്ങളെ ഈ വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, ഇതെത്ര മഹത്തരമാണ്, ഇതിനെത്ര പ്രാധാന്യമുണ്ട് എന്ന് വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഖുർആനിൽ സ്വർഗത്തിലെ കാര്യങ്ങളെ കുറിച്ച്, അവിടുത്തെ അക്ലു ശുർബ, അവിടുത്തെ ഭക്ഷണം പാനീയം, അതിനേക്കാൾ അധികം, അത് പരാമർശിച്ചതിനേക്കാൾ അധികം, അല്ല പരലോകത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ അധികം, അതിനേക്കാൾ അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അവന്റെ അസ്മാ സിഫാത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ നിഷേധിക്കുന്നവൻ, അള്ളാഹുവിന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങളെ തള്ളിക്കളയുന്ന, വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് കക്ഷികളുണ്ട് അങ്ങനെ. ആ കക്ഷികൾ യഥാർത്ഥത്തിൽ പരലോകത്തെ നിഷേധിച്ചവരെക്കാൾ വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഖുർആനിൽ അള്ളാഹു യൗമുൽ ആഖിറിനെ കുറിച്ച് ഇത്ര പറഞ്ഞിട്ടില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പറഞ്ഞൊരു കാര്യത്തെ നിഷേധിക്കുക. അപ്പൊ അതിനേക്കാൾ അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പരലോകത്തെ നിഷേധിക്കുന്നതിനേക്കാൾ ഗൗരവതരമാണ് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ നിഷേധിക്കുക. അവരുടെ പിഴവ് വലിയ പിഴവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. നമുക്ക് പിന്നീട്, നമുക്കെന്നല്ല നബിക്ക് മുമ്പുള്ള ആരുടെയെങ്കിലും ബാക്കിലേക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ആരുടെയെങ്കിലും വിശദീകരണമോ നമുക്ക് ഒരാൾക്കും ആവശ്യമില്ലാത്ത തരത്തിൽ. കാരണം പലരും അവരുടെ റബ്ബിനെ കുറിച്ച് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തത്വശാസ്ത്രജ്ഞന്മാർ, തത്വശാസ്ത്രത്തിന്റെ ആളുകൾ പഠിപ്പിച്ചിട്ടുള്ള അവരുടെ ഫിലോസഫികൾ വെച്ചിട്ടാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് അവരുടെ വായിൽ തോന്നിയത്, അവരുടെ വ്യാഖ്യാനങ്ങൾ അവർ റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിലും ഇങ്ങനെ പഴയകാലത്ത് ജീവിച്ച ഗ്രീക്ക് ഫിലോസഫിയുടെ ആളുകളും അതിനുശേഷം പിന്നീട് വന്ന ആളുകളും, ഇങ്ങനെയുള്ള ആളുകളുടെ റബ്ബിനെ കുറിച്ചുള്ള വിശദീകരണം സഹോദരങ്ങളെ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ പലരും അവരുടെ കിതാബുകളിൽ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. റബ്ബിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നത് അവർ പടപ്പുകളെ മനസ്സിലാക്കുന്നത് പോലെയാണ്. അസ്മാ സിഫാത്ത് അവർ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള യാതൊരു വ്യാഖ്യാനങ്ങൾക്കും ജനങ്ങളുടെ യാതൊരു അവരുടെ വാചാടോപങ്ങൾക്കും നമുക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ, അവയൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, റബ്ബിനെ കുറിച്ച് അറിയുക എന്നതിനേക്കാളും വലിയ ആവശ്യം മറ്റൊരാവശ്യം നമുക്കില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വിജ്ഞാനം ലഭിക്കുമ്പോൾ ഈമാനുള്ള യഥാർത്ഥ കേടുവന്നിട്ടില്ലാത്ത മനസ്സിന് ലഭിക്കുന്ന സന്തോഷം പോലെ മറ്റൊരു സന്തോഷവുമില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വലൈസത് അൽ ഖുലൂബുസ് സഹീഹതു വന്നുഫൂസുൽ മുത്മഇന്നതു ഇലാ ശൈഇൻ മിനൽ അശ്യാഇ അശ്വഖ മിൻഹാ ഇലാ മഅരിഫതി ഹാദൽ അമർ. കേടുവന്നിട്ടില്ലാത്ത ഹൃദയങ്ങൾ, നല്ല മനസ്സുകൾ, ശാന്തമായ മനസ്സുകൾ, അതിന് റബ്ബിനെ കുറിച്ചറിയാനുള്ള ഷൗക്ക്, ഉൾക്കടമായ ആഗ്രഹം, ഇതറിയാനുള്ള ആഗ്രഹം പോലെ മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് ആശയമുണ്ടാവുകയില്ല. വലാ ഫറഹുഹാ ബിശൈഇൻ അഅദം മിൻ ഫറഹിഹാ ബിദ്ദഫരി ബിമഅരിഫത്തിൽ ഹഖ് ഫീഹ്. ഈ വിഷയത്തിലുള്ള ഹക്ക് എന്താണ്, അത് മനസ്സിലാക്കുമ്പോൾ, അത് നേടിയെടുക്കുമ്പോഴുള്ള സന്തോഷം പോലെ മറ്റെന്ത് കിട്ടിയാലും അവർക്ക് സന്തോഷം തോന്നുകയില്ല. അത്രയും ശ്രേഷ്ഠമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, റബ്ബിനെ കുറിച്ച് അറിയുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇനങ്ങളുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫ. ഒന്നാമത്തേത് മഅരിഫത്തു ഇഖ്റാർ. മഅരിഫത്തു ഇഖ്റാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുക, അള്ളാഹു ഉണ്ട് എന്ന് അറിയുക, റബ്ബുണ്ട്. ഇതിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവനും
തോന്നിവാസിയായി തെമ്മാടിയായി ജീവിക്കുന്നവനും ഒരുപോലെയാണ്. അതെല്ലാവരും ഒരുവിധം ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ഉണ്ട്, ആ ഒരു അറിവ് അത് മതിയോ? അതാണോ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചത്? ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് സഹോദരങ്ങൾ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ആയത്തുകൾ? അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട്, അള്ളാഹു ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ എത്ര ആയത്തുകളുണ്ട്? അള്ളാഹു ഉണ്ട്, അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആ കാര്യം വിശദീകരിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കിയാൽ ആ വിഷയം സൂചിപ്പിക്കുന്ന ആയത്തുകളല്ല നമ്മൾ കൂടുതൽ കാണുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അതല്ല അവർ സ്വയം അവരൊന്നിൽ നിന്നുമല്ലാതെ സ്വയം പടക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ തന്നെയാണോ അവരെ പടച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ, അതല്ല ആകാശഭൂമികളെ പടച്ചത് അവനാണോ? അല്ല, അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല. സഹോദരങ്ങളെ, അള്ളാഹു ഉണ്ട് എന്ന കാര്യം, അള്ളാഹു ഉണ്ട് എന്ന അംഗീകാരം പൊതുവെ മനുഷ്യരിലുള്ള കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു വിജ്ഞാനമുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്. ആ അറിവ് നീ അറിഞ്ഞാലാണ് നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹയാ ഉണ്ടാവുക, ലജ്ജ നിനക്ക് തോന്നുക. റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥ ഹയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഥാർത്ഥ ഹയാ, ലജ്ജ എന്നത് അള്ളാഹുവിനോടുള്ള ലജ്ജയാണ്. റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്നതിൽ നിനക്ക് ലജ്ജ വേണം. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ സ്നേഹം നിനക്കുണ്ടാക്കി തരുന്ന ഒരറിവുണ്ട്. നിന്റെ ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കാൻ കാരണമാക്കുന്ന ഒരു അറിവുണ്ട്. അള്ളാഹുവിനെ കാണാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടാക്കി തരുന്ന ഒരറിവുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. നീ എവിടെ ഒറ്റക്കായാലും അള്ളാഹു നിന്റെ കൂടെയുണ്ട്, ആ കൂട്ടുകൊണ്ട് സമാധാനമടയുക. പടപ്പുകളിൽ എല്ലാവരിൽ നിന്നും റബ്ബിലേക്ക് ഓടിച്ചെല്ലാൻ, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ് അതിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു വിജ്ഞാനമുണ്ട്. അതാണ് ഖുർആനിൽ മുഴുവനുമുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം. അള്ളാഹു ഉണ്ട് എന്ന അംഗീകാരം അത് പൊതുവെ പടപ്പുകൾ എല്ലാവരും, അവരിലെ മോശക്കാരനും നല്ലവനും ഒക്കെ അതിലൊരുപോലെയാണ്. എന്നാൽ ഈ ഒരു വിജ്ഞാനമുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ ഉണ്ടാക്കി തരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതാണ് പരിശുദ്ധ ഖുർആനിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുക. അള്ളാഹുവിനെ കുറിച്ച് പറയാത്ത ആയത്തുകൾ വളരെ 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 അപൂർവമാണ് പരിശുദ്ധ ഖുർആനിൽ. നിങ്ങൾ നോക്കൂ, അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ പറയുന്ന, അഹ്കാമ പറയുന്ന, ഹറാമ് ഹലാലുകൾ പറയുന്ന എത്ര ആയത്തുകളാണ് അവൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അത് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഹറാമ് ഹലാലുകൾ പറയും, ഒടുവിൽ ആ ആയത്ത് അവസാനിക്കുന്നത് ആരെ കുറിച്ച് പറഞ്ഞിട്ടാണ്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട്, അവന്റെ പേരുകൾ അവന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിക്കുക. അല്ല, ചില ആയത്തുകൾ നമുക്ക് കാണാം തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തുൽ മുജാദലയിലെ ആയത്ത്? ആ സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഖൗല റളിയല്ലാഹു അൻഹ, അദ്ദേഹം, അവരുടെ ഭർത്താവ് അവരെ ദിഹാർ ചെയ്തു. ദിഹാർ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, എൻ്റെ ഉമ്മ എങ്ങനെയാണോ എനിക്ക് അതുപോലെയാണ് ഇനി മുതൽ നീ എനിക്ക്. എൻ്റെ ഉമ്മ എനിക്ക് എങ്ങനെ ഹറാമാണോ പവിത്രമാണോ അതുപോലെ എനിക്ക് ഹറാമാണ് ഇനി നീ എന്ന് പറയുന്ന ഒരു മോശമായ സമ്പ്രദായമാണ് ദിഹാർ എന്ന സമ്പ്രദായം, ജാഹിലിയത്തിലെ സമ്പ്രദായം. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അത് വിലക്കുകയുണ്ടായി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഭാര്യങ്ങളുടെ ഉമ്മയാവുകയില്ല. അങ്ങനെ ഇനി ആരെങ്കിലും ചെയ്താൽ, ദിഹാർ ചെയ്താൽ, അവൻ ഭാര്യയെ തൊടാൻ പാടില്ല, കഫാറത്ത് കൊടുത്തിട്ടല്ല. അതൊന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം, അല്ലെങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. റമദാനിലെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടാലുള്ള കടുത്ത കഫാറത്ത് ഏതാണോ അതാണ് ഈ വിഷയത്തിലെ കഫാറത്ത്, ദിഹാർ എന്ന ആചാരത്തിന്റെ കഫാറത്ത്. ഖൗല റളിയല്ലാഹു അൻഹ, അവർ വയസ്സായപ്പോൾ അവരുടെ ഭർത്താവ് അവരെ ദിഹാർ ചെയ്തു. ഭർത്താവ് ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബിയാണ്. പക്ഷെ അദ്ദേഹം പ്രായമേറെ ചെന്നു, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ജനങ്ങൾക്ക് വല്ലാതെ വയസ്സായാൽ ചില പ്രയാസങ്ങൾ അവരുടെ സ്വഭാവത്തിൽ വന്നേക്കാമല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദലുൽ ഉമർ, വല്ലാതെ പ്രായം ചെന്ന് മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് നബി അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അള്ളാഹു അത്തരം മോശമായ അവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൗല റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അവരെ ദിഹാർ ചെയ്തു. അദ്ദേഹം മഹാനായ ഒരു സഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, പക്ഷെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇതാ ഇദ്ദേഹത്തിനു വേണ്ടി എൻ്റെ ശബാബ് മുഴുവൻ, എൻ്റെ യൗവനം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ചു. എന്നിട്ട് ഇതാ ഇത്രയും കാലമായപ്പോൾ ദാഹറമിന്നി, എന്നെ ദിഹാർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതി പറയണം. അതാണ് മുജാദല. മുജാദല എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കമാണ്. മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്ന സ്ത്രീ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അവർ ആ പരാതി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുന്നു, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു, ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ, ഓ നബിയെ, താങ്കളോട് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ പരാതി പറയുന്ന ആ സ്ത്രീയുടെ സംസാരം അള്ളാഹു കേട്ടിരിക്കുന്നു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതശ്തകീ ഇലല്ലാഹ്, അള്ളാഹുവിനോട് തന്റെ ആവലാതി പറയുന്ന അവരുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഇടക്കിടക്ക് മുകളിലേക്ക് നോക്കിയിരുന്നു എന്നാണ് പറയുന്നതിന്റെ ഇടക്ക് അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ കണ്ണുകൾ അയച്ചുകൊണ്ടിരുന്നു. വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ, അള്ളാഹു നിങ്ങൾ ഇരുവരുടെ സംഭാഷണം കേൾക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുകയുണ്ടായി, സുബ്ഹാനല്ലദീ വസിഅ സമഉൽ അസ്വാത്ത്, സകല ശബ്ദങ്ങളെയും കേൾക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. കാരണം അവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുന്നത്. ഞാൻ വീട്ടിനകത്തുണ്ട്, അവർ പറയുന്ന ചിലത് ഞാൻ കേൾക്കുന്നുണ്ട്, ചിലത് കേൾക്കുന്നില്ല. ഒരു സംസാരം ചിലത് ഞാൻ കേൾക്കുന്നു, ചിലത് ഞാൻ കേൾക്കുന്നില്ല. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്തിറക്കുകയാണ്, ഖദ് സമിഅ അല്ലാഹ്, അള്ളാഹു കേട്ടിരിക്കുന്നു. ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു അവൻ കേട്ടു. അവന്റെ വിശേഷണം അള്ളാഹു പറയുകയാണ്, അവൻ കേൾക്കുന്നവനാണ്. ഖൗലല്ലതി തുജാദിലുക ഫി സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ, വീണ്ടും വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ സംഭാഷണം, നിങ്ങൾ ഇരുവരുടെ സംഭാഷണം അള്ളാഹു കേൾക്കുന്നു. വീണ്ടും ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്. നമുക്ക് ഒരായത്തിൽ 3 തവണ, തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും അള്ളാഹു അവന്റെ പേരുകളും അവന്റെ വിശേഷണങ്ങളും പറഞ്ഞത് ഇതുപോലെ എത്ര ആയത്തുകളിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാർത്ഥത്തിൽ ഇത് പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ്. എന്തിനാണ് നിസ്കാരം, എന്തിനാണ് നോമ്പ്, എന്തിനാണ് ഹജ്ജ്, എന്തിനാണ് ഇതെല്ലാം? ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ ദിക്ർ അത് ഉയരാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ സ്മരണ അത് ഉയർത്താൻ വേണ്ടിയാണ്. മസ്ജിദുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫി ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫിഹാ ഇസ്മുഹു يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. في بيوت ചില ഭവനങ്ങളിൽ അദിനല്ലാഹു അൻ തുർഫഅ, അത് ഉയർത്താൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. വയുദ്കറ ഫിഹാ ഇസ്മുഹു, അവന്റെ പേര് അവിടെ പരാമർശിക്കപ്പെടുവാൻ. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും അവിടെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ആളുകൾ അവിടെ ഉണ്ട്. ആരാണവർ? റിജാലുൻ, ചില പുരുഷന്മാരാണവർ, ചില ആളുകളാണവർ. ലാ തുൽഹീഹിം തിജാറത്തുൻ വല ബൈഉൻ അൻ ദിക്രില്ലാഹ്, കച്ചവടമോ ക്രയവിക്രയമോ അവരെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞിട്ടില്ല. വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്, നിസ്കാരം നിലനിർത്തുന്നതിനോ സക്കാത്ത് കൊടുക്കുന്നതിനോ കച്ചവടമോ മറ്റോ ഒന്നും അവർക്ക് തടസ്സമല്ല. യഖാഫൂന യൗമൻ, ഒരു ദിനത്തെ അവർ പേടിക്കുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ പേടിക്കുന്നു. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്.
നോക്കൂ, നിസ്കാരം അത് മുഴുവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത്, അവന്റെ പേര് പറയപ്പെടാതെ നിസ്കാരം തുടങ്ങാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ പേര് തക്ബീർ ചൊല്ലാതെ നിസ്കാരം ഉണ്ടോ? ഇല്ല. അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം, അത് നിസ്കാരത്തിന്റെ റുക്നാണ്. വേറെ ഏതെങ്കിലും തക്ബീർ വിട്ടുപോയാൽ അതിന് പരിഹാരമുണ്ട്. നിസ്കാരത്തിന് പരിഹാരമുണ്ട്. പരിഹാരം ചെയ്ത് നമുക്ക് ആ നിസ്കാരം ശരിയാക്കാം. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ വിട്ടുപോയാലോ? ഇല്ല, നിസ്കാരം അത് ബാത്തിലായി പോയി. ആ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് അതാ നിസ്കാരത്തിലുടനീളം അള്ളാഹുവിന്റെ പേരുകൾ അത് നാം പറയുന്നു, അവന്റെ വിശേഷണങ്ങൾ നാം പറയുന്നു. ഇതാണ് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത്. അത് പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത സഹോദരങ്ങളെ ധാരാളമുണ്ട്. പണ്ഡിതന്മാർ ഈ വിജ്ഞാനം പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയായി എണ്ണിയ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒന്ന്, വിജ്ഞാനീയങ്ങളിൽ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ഈ അറിവാണ്. കാരണം ഓരോ അറിവിന്റെ ശ്രേഷ്ഠത അത് എന്തിനെ കുറിച്ചുള്ള അറിവാണോ അതിനനുസരിച്ചാണ്. ഒരറിവ് അത് ശ്രേഷ്ഠമാകുന്നത് എന്തിനനുസരിച്ചാണ്? എന്താ അതിന്റെ മാനദണ്ഡം? എന്തിനെ കുറിച്ചാണോ ആ അറിവ് അതിനെക്കുറിച്ചാണ്. അള്ളാഹുവിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റ് ആരുണ്ട്? അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ള മറ്റാരുണ്ട്? അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്തരമായ അറിവ്. ഒന്നതാണ്. രണ്ടാമത്തത് സഹോദരങ്ങൾ, ഈ അറിവ് യഥാവിധി നാം പഠിച്ചാൽ ഇൻഷാ അള്ളാഹ് അത് നമ്മെ നയിക്കുക റബ്ബിനോടുള്ള മഹബ്ബത്തിലേക്കാണ്. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ സ്നേഹം, അവനോടുള്ള യഥാർത്ഥ തഅദീം. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതാണ്. അവരറിഞ്ഞോ അറിയാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം. തഅദീം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നത്, റബ്ബിന്റെ മഹത്വം നിന്റെ ഒരു ഖൽബിൽ ഉണ്ടാവുക എന്നത്. അതില്ലാത്തത് കൊണ്ടാണ് പലരും അവന്റെ തമാശക്ക് പാത്രമായി അള്ളാഹുവിനെ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പലരും അവരേറ്റവും തമാശ നിറഞ്ഞ അവന്റെ കളി വിനോദങ്ങൾക്കിടയിൽ അതിന്റെ ഒരു ഭാഗമായി അള്ളാഹുവിനെ പരാമർശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരുവൻ ഇങ്ങനെ ഈ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിവാസവും വൃത്തികേടും ഇതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പിന്നാലെയാണല്ലോ പലരും. നസ്അലുല്ലാഹുൽ ആഫിയ. അതിലൊരുവൻ ഒരു സ്ത്രീയെ, വളരെ അറിയപ്പെട്ട ഒരു പ്രവർത്തനത്തിന് അറിയപ്പെട്ട സ്ത്രീയെ തൻ്റെ വാഹനത്തിന് പിന്നിലിരുത്തി പോകുന്നത് അവൻ വീഡിയോ പിടിച്ച് അവനത് പ്രദർശിപ്പിച്ച് അതിനടിയിൽ അവൻ കൊടുത്തിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് വളരെ മോശമായ ഒരു പരിഹാസ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് പടച്ചോനെ നമ്മളെ കാത്തോണേ എന്ന് പരിഹാസ രൂപത്തിൽ അവൻ കൊടുത്തിരിക്കുകയാണ് തലക്കെട്ടായി. ലാ ഇലാഹ ഇല്ല, മുസ്ലിം പേരുള്ള ഒരാൾ. എന്താണ് ഇവൻ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് ഇവൻ എന്താണ് ഇവന്റെ ഹൃദയത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഈ അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിലെ ധാരാളം പേരെത്തിയിരിക്കുന്നു. ഇത്ര മോശമായ ഒരു കാര്യത്തിൽ അവനത് മോശമായി തോന്നുന്നില്ല, ശരിയാണ്, അവനത് വിനോദമാണ്. എന്നിട്ട് അവിടെ തലക്കെട്ടായി ഈ പരിഹാസത്തിന്റെ വാക്കാണ്. പിന്നെ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ ഇത്? റബ്ബിന്റെ മുന്നിൽ നാളെ അടിമയായി ഒന്നും കയ്യിലില്ലാതെ ചെന്നു നിൽക്കേണ്ടവനാണ് ഇവൻ. അവന്റെ ആ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് അവൻ. ഇവന് മരണമുണ്ട്, അവൻ ആലോചിക്കുന്നില്ല. ഈ തഅദീം സഹോദരങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ കുറിച്ച്, അവരവരുടെ കൈകൊണ്ട് പടച്ചുണ്ടാക്കിയ ബിംബങ്ങളെ കുറിച്ച് തമാശ പറയുന്നത് പോലെ മുസ്ലിമിനെങ്ങനെ ആകാശഭൂമികളുടെ റബ്ബിനെ കുറിച്ച് തമാശ പറയാൻ സാധിക്കും? ആരെക്കുറിച്ചാണ് ഇവൻ പറയുന്നതെന്ന് ഇവൻ ചിന്തിച്ചിട്ടുണ്ടോ? ഈ തഅദീം സഹോദരങ്ങൾ നമ്മളിൽ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലർക്കും പല രൂപത്തിൽ അതിന്റെ അളവുകോൽ വ്യത്യാസപ്പെട്ടിരിക്കും, അതിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ ഈ തഅദീം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ വളരെ അപകടകരമാണ് കാര്യം. വളരെ അപകടകരമാണ് കാര്യം, നിസാരമല്ല. ഈ തഅദീമിലേക്ക് നമ്മെ നയിക്കും അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിച്ചാൽ. ഈ ജാഹിലുകൾക്ക് അറിയില്ല അള്ളാഹുവിനെ കുറിച്ച്, അവൻ പഠിച്ചിട്ടില്ല അള്ളാഹുവിനെ കുറിച്ച്. ഈ ആളുകൾക്ക് അറിയില്ല റബ്ബിനെ കുറിച്ച്, അവൻ അറിയില്ല. അവൻ പലതും പഠിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിനെ അറിയാനുള്ള തൗഫീഖ് അവന് കിട്ടിയിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഇഖ്ലാസ്, അവനു വേണ്ടി നീ ജീവിക്കുക എന്നതിലേക്ക് ഈ അറിവ് നിന്നെ നയിക്കും ഇൻഷാ അള്ളാഹ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു അവന്റെ അസ്മാ സിഫാത്ത്, അവന്റെ പേരുകളെയും വിശേഷണങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്.
അള്ളാഹു അവന്റെ പേരുകളെയും വിശേഷണങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ സ്വയം ഹംദ് പറഞ്ഞത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇഷ്ടമുള്ളതിനെ കുറിച്ചല്ലാതെ എന്തു പറയുകയില്ല? ഹംദ് പറയുകയില്ല. അള്ളാഹു അവനെ കുറിച്ച് ഹംദ് പറഞ്ഞിരിക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്നു, അവൻ അവന്റെ അസ്മാ സിഫാത്തിനെ സ്നേഹിക്കുന്നു എന്ന് പണ്ഡിതന്മാർ അതിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ അസ്മാ സിഫാത്തിന്റെ ആധാർ, അതിന്റെ അനന്തര ഫലങ്ങൾ, അത് ആളുകളിൽ ഉണ്ടാകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു വിത്റാണ്, അവൻ വിത്ർ ഇഷ്ടപ്പെടുന്നു. അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്, അവൻ ഒറ്റയായത് ഇഷ്ടപ്പെടുന്നു. ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നോക്കൂ, അവൻ ജമീലാൻ, അല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അവൻ ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അവൻ അലീമാണ്, അവനെല്ലാം അറിയുന്നവൻ. അവൻ ഉലമാഇനെ, ഏറ്റവും അവനെ കുറിച്ച് അറിയുന്ന, അവന്റെ ദീൻ അറിയുന്ന, അവനെ സൂക്ഷിക്കുന്ന പണ്ഡിതന്മാരെ, അറിവുള്ളവരെ അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ ജവാദാൻ, കരീമാണ്, അവൻ അത്യുദാരനാണ്, അവൻ ഉദാരത ഇഷ്ടപ്പെടുന്നു. അവൻ ഖവിയാണ്, ശക്തനാണ്. മുഅ്മിനുകളിൽ ശക്തരായ മുഅ്മിനെയാണ് ദുർബലരായ മുഅ്മിനുകളെക്കാളും അല്ലാഹുവിന് ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ ഹയ്യാണ്, ഹൈ, അല്ലാഹുവിന്റെ അൽ ഹൈ എന്ന് പേര് കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ. അവൻ ലജ്ജയുള്ളവനാണ്, അവൻ ലജ്ജ ഇഷ്ടപ്പെടുന്നു. തൗവാബാണ്, അവൻ തൗബയേറെ സ്വീകരിക്കുന്നവനാണ്, അവൻ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അവൻ സത്യം മാത്രം പറയുന്നവനാണ്, അവൻ സത്യസന്ധതയെ ഇഷ്ടപ്പെടുന്നു. അവൻ അവന്റെ അടിമകളുടെ അമലുകൾ ശുക്രോടെ സ്വീകരിക്കുന്നവനാണ്, അവൻ അള്ളാഹു ശുക്ർ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു നന്മ ചെയ്യുന്നവനാണ്, അവൻ നന്മ ഇഷ്ടപ്പെടുന്നു. അവൻ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നു. നമ്മൾ റമദാനിൽ ദുആ ചെയ്യാറുള്ള ദുആ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോൾ ദുആ ചെയ്യുന്ന ദുആയിലുള്ളത് എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ. അല്ലാഹുവേ, നീ ധാരാളമായി മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു. അവൻ നീതി പാലിക്കുന്നവനാണ്, അവൻ നീതി ഇഷ്ടപ്പെടുന്നു. ഇത് സഹോദരങ്ങൾ അസ്മാ സിഫാത്തിന്റെ ആ വിജ്ഞാനം നാം പഠിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠതയാണ്. നാലാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം പഠിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മെ അള്ളാഹു എന്തിനു വേണ്ടിയാണോ പടച്ചത്, അതാണ് നാം പഠിക്കുന്നത്. ഈ ആവശ്യത്തിനാണ് അള്ളാഹു നമ്മെ പടച്ചതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിലാണ് നാം നമ്മുടെ നേരം ചെലവഴിക്കുന്നത്. അതുപോലെ ഇതിന്റെ ശ്രേഷ്ഠതകളിൽ ഒന്നാണ് ഈമാനിന്റെ സകല ഈമാൻ കാര്യങ്ങളുടെയും അസ്ൽ എന്താണ്? അള്ളാഹുലുള്ള ഈമാൻ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ എന്താണ്? അൽ ഈമാനു ബില്ലാഹ്. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വ മലായികതിഹി, അള്ളാഹുവിന്റെ മലക്കുകൾ, അവന്റെ മലക്കുകളിൽ. വ കുതുബിഹി, അവന്റെ കിതാബുകൾ, അവന്റെ റസൂലുകളിൽ. അന്ത്യനാൾ അതിന്റെ ഉടമസ്ഥൻ അവനാണ്, അള്ളാഹുവിന്റെ വിധിയിൽ. അപ്പോൾ ഇതൊക്കെ ഉസൂലുൽ ഈമാൻ എന്നാണ് ഇതിന് പറയുക. ഈമാനിന്റെ അടിത്തറകൾ ഇതാണ്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നാം പഠിക്കുന്ന 6 കാര്യങ്ങൾ. ഈ ഉസൂലുകളുടെ അസ്ൽ ഏതാണ്? അത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനാണ്. അതില്ലാതെ ബാക്കി ഈ ഈമാൻ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നീ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ അതിനനുസരിച്ചാണ് നിന്റെ യഖീൻ വർദ്ധിക്കുക. നിനക്ക് യഖീൻ വർദ്ധിക്കണോ, നിന്റെ ഈമാൻ ദൃഢമാകണോ, നീ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി പഠിക്കുക. നീ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് നീ അവനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൽ നീ വ്യാപൃതനായാൽ നിന്റെ കാര്യങ്ങൾ അള്ളാഹു നോക്കിക്കൊള്ളും. നിന്റെ മസാലിഹ് നിനക്ക് ഓർമ്മ വരും. അല്ല, അള്ളാഹുവിനെ മറന്നാലോ നീ നിന്നെ തന്നെ മറന്നുപോകും. അള്ളാഹു പറഞ്ഞത് എന്താണ്? അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു അവർക്ക് അവരെ കുറിച്ച് തന്നെ മറപ്പിച്ചു കളഞ്ഞു. സ്വന്തം നന്മകൾ, സ്വന്തം തനിക്ക് ഗുണകരമാകുന്ന പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ ഏതാണ്, അതിനെക്കുറിച്ച് ഒരുവൻ മറന്നുപോകും. മറിച്ച് അവന് ഉപദ്രവകരമായ കാര്യങ്ങൾ അതുകൊണ്ട് ധാരാളമായി ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവന് അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം അള്ളാഹുവിന്റെ ദിക്റിന്റെ ഭാഗമാണ്. അവന്റെ അസ്മാ സിഫാത്ത് പഠിക്കുക എന്നത് അതിന് നീ നിന്റെ നേരം ചെലവഴിച്ചാൽ നിന്നെ കുറിച്ച് നിനക്ക് അള്ളാഹു ഓർമ്മ തരും. നിന്റെ മസാലിഹ് എവിടെയാണ്, നിനക്ക് ഗുണകരമായ പ്രയോജനപ്രദമായ കാര്യങ്ങൾ എവിടെയാണ്, അതെപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അള്ളാഹു നിന്നെ ഓർമ്മപ്പെടുത്തി തരും.
വഫഖനില്ലാഹു വയ്യാക്കും. അള്ളാഹുവിനെ മറന്നാൽ ബാക്കിയെല്ലാം മറന്നുപോയി. അതുകൊണ്ട് ആണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരുവന് അള്ളാഹുവിനെ ലഭിച്ചുവെങ്കിൽ പിന്നെ അവനൊന്നും നഷ്ടപ്പെടുകയില്ല. ഒരുവന് റബ്ബിനെ നഷ്ടപ്പെട്ടു പോയാൽ അവന് പിന്നെ എന്താണ് അവന് കിട്ടാൻ പോകുന്നത്? അതുപോലെ സഹോദരങ്ങളെ, ഈ വിജ്ഞാനം അത് എല്ലാ വിജ്ഞാനങ്ങളുടെയും അടിസ്ഥാനമാണ്. നിനക്ക് ദീനിയായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ ദീൻ മുഴുവൻ അവന്റെ അദലും ഫദ്ലുമാണ്. ഒന്നുകിൽ അവന്റെ നീതി, അല്ലെങ്കിൽ അവന്റെ ഔദാര്യം. ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളിലൊക്കെ ഉള്ളത്. ഈ അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ വിധിവിലക്കുകളിലെ നന്മ, അതിലെ നീതി മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നീ പഠിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എത്രമാത്രം കൃത്യമാണ്, എത്രമാത്രം നന്മ നിറഞ്ഞതാണ്, ഇസ്ലാമിലെ വിധിവിലക്കുകൾ എത്ര ഖൈറാണ് എന്നത് നിനക്ക് മനസ്സിലാവും. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാത്തൊരുവന് ദീനിയായ കാര്യങ്ങളുടെ അതിന്റെ ഹിക്മത്ത് മനസ്സിലാവുകയില്ല. എന്തിനാണിത്, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അള്ളാഹുവിനെ കുറിച്ച് അവന് മനസ്സിലായില്ലെങ്കിൽ. അടുത്തത് സഹോദരങ്ങളെ, റബ്ബിനെ കുറിച്ച് പഠിക്കുക എന്നത് തികച്ചും ലാഭകരമായ ഒരു കച്ചവടമാണ്. ഒരു നഷ്ടവും അതിൽ വരികയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതുപോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, നീ നിന്റെ വിരിപ്പിൽ കിടന്നിട്ടാണ് ഈ ലോകത്ത് ഒരു സുഖവും ഈ സുഖത്തിനോട് കിടപിടിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് നീ അറിയുക, അത് പഠിക്കുക എന്നത് മുഖേന നിനക്ക് ലഭിക്കുന്ന, നിന്റെ ഹൃദയത്തിന് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ശാന്തിയും ഇത് വേറൊന്നുകൊണ്ട് ലഭിക്കുകയില്ല. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടുകയാണ്? നിന്റെ വിരിപ്പിൽ കിടന്ന് നിനക്ക് കിട്ടുകയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലഭിക്കുകയാണ്. അങ്ങനെയുള്ള തികച്ചും ലാഭകരമായ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത്. മാത്രമോ പരലോകത്തുള്ള വിജയം ഏറ്റവും വലിയ വിജയമാണ് അതിന്റെ പിന്നാലെ കാത്തിരിക്കുന്നത്. അതുപോലെ അവസാനത്തത് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നത് തിന്മകളിൽ നിന്ന്, വഴികേടുകളിൽ നിന്ന്, പിഴച്ച മാർഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇൻഷാ അള്ളാഹ് അത് മുഖേന സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ശ്രേഷ്ഠതകളെല്ലാം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പേരുകൾ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചതുപോലെ അത് സഹോദരങ്ങളെ 99 എണ്ണത്തിൽ ഒതുങ്ങുകയില്ല. 99 എണ്ണം എന്ന ഹദീസിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ആ പേരുകൾ പഠിക്കുകയും അത് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളിൽ ഒന്നിലും 99 നാമങ്ങൾ എണ്ണി പറഞ്ഞിട്ടില്ല. അതായത് ഒന്ന് ഇത്, രണ്ട് ഇത്, മൂന്നാമത്തത് ഇത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് കാണാൻ നമുക്ക് കഴിയില്ല. പിന്നെ 99 നാമങ്ങൾ പണ്ഡിതന്മാർ അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചില നാമങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് തമ്മിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഖുർആനിലും സുന്നത്തിലും വന്നതാണോ അത് രണ്ടു കൂട്ടരും പറഞ്ഞത് ശരി തന്നെയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഹദീസിൽ ഇതാണ് ആ 99 നാമം എന്ന് പറഞ്ഞിട്ടില്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഈ വിഷയത്തിൽ പ്രധാനമായി നാം പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തിൽ ഇൽഹാദ് എന്നത് അള്ളാഹു കടുത്ത രൂപത്തിൽ വിലക്കിയിട്ടുള്ള ശിക്ഷ താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിൻ്റെ ആണ് ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അത് മുഖേന വിളിച്ചു തേടുക. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ പേരുകളുടെ കാര്യത്തിൽ ഇൽഹാദ് നടത്തുന്നവർ, അതിൽ തെറ്റായ വഴി സ്വീകരിക്കുന്നവർ, അവരെ നിങ്ങൾ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം അതവർ അനുഭവിക്കുക തന്നെ ചെയ്യും, അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ കടുത്ത താക്കീത് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിൽ ഇൽഹാദ് നടത്തുക എന്നത്. അതിൽ പിഴച്ച വഴി സ്വീകരിക്കുക, തെറ്റായ നേരായ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുക എന്നതാണ് അതിന്റെ അർത്ഥം. ലഹദ് എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. ലഹദ് എന്നത് ഖബർ കുഴിക്കുമ്പോൾ, അറബ് നാടുകളിലൊക്കെ ഖബർ കുഴിക്കുക പൊതുവെ നമ്മുടെ നാട്ടിൽ ഖബർ കുഴിക്കുന്ന രൂപത്തിലല്ല. ഖബർ രണ്ട് രൂപത്തിൽ കുഴിക്കാം, ഒന്ന് ഷഖ്, ഒന്ന് ലഹദ്. നമ്മൾ കുഴിക്കുക എങ്ങനെയാണ്? പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു കുഴി കുഴിച്ച് താഴെ അതിനേക്കാൾ ചെറിയ വേറൊരു കുഴി കുഴിക്കും. അങ്ങനെയാണ്. താഴെയുള്ള ചെറിയ കുഴിയിൽ മയ്യിത്ത് വെക്കും. ലഹദ് എന്നത്
അറബ് നാടുകളിൽ പൊതുവെ ആ രൂപത്തിലാണ് ഖബർ കുഴിക്കാറുള്ളത്. ഒരു കുഴി കുഴിച്ച് പിന്നെ ഒരു കുഴി ഒരു വശത്താണ് കുഴിക്കുക, ഒരു തുരങ്കം പോലെ ഒരു വശത്തേക്കാണ് കുഴിക്കുക, അങ്ങോട്ടേക്കാണ് മയ്യത്തിനെ ചേർത്തി വെക്കുക. ആ ഖബർ കുഴിക്കുന്ന രൂപത്തിനാണ് ലഹദ് എന്ന് പറയുക. ഷഖാണോ ലഹദാണോ കൂടുതൽ ശ്രേഷ്ഠം? ലഹദാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള രൂപമല്ല, മറ്റേ രൂപമാണ് കൂടുതൽ ശ്രേഷ്ഠമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഖബർ ആ രൂപത്തിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആ രൂപത്തിലാണ് ഉള്ളത്. ഈ പദത്തിൽ നിന്നാണ് ഈ ഇൽഹാദ് വന്നിട്ടുള്ളത്. ശരിയായ വഴിയിൽ നിന്ന് തെറ്റായ വഴി സ്വീകരിക്കുക. അള്ളാഹുവിന്റെ പേരുകളിലും വിശേഷണങ്ങളിലും ഇൽഹാദ് പല രൂപത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിന്റെ ഏതെങ്കിലും പേരിലെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ നിഷേധിക്കുക, അത് ഇൽഹാദാണ്. ധാരാളക്കണക്കിന് കക്ഷികൾ അത് ആ പിഴവിൽ പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഇൽഹാദിന്റെ രൂപം അള്ളാഹുവിന്റെ പേരുകളോടോ വിശേഷണങ്ങളോടോ അവന്റെ പടപ്പുകളെ സാദൃശ്യപ്പെടുത്തുക എന്നതാണ്. അവന്റെ പടപ്പുകളിൽ ആരെങ്കിലും അള്ളാഹുവിനോട് അവന്റെ വിശേഷണങ്ങളോട് സാദൃശ്യപ്പെടുത്തുക. മൂന്നാമത്തേത് അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക. അള്ളാഹുവിന് അവൻ പറഞ്ഞിട്ടില്ലാത്ത പേരുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുക. ഉദാഹരണത്തിന് അള്ളാഹുവിനെ കുറിച്ച് പിതാവ് എന്ന് പറയാറുള്ളത് പോലെ നസ്രാനികൾ പറയാറുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറയാ? ഒരു പിതാവ്, അൽ അബ്, അങ്ങനെ ഒരു പേര് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ പേര് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. ഇത് ഇൽഹാദാണ്. അള്ളാഹുവിനില്ലാത്ത പേര് അവനെ കുറിച്ച് പറയലാണ്. അതുപോലെ നാലാമത്തെ ഇൽഹാദിന്റെ രൂപം അള്ളാഹുവിന്റെ പേരുകൾ, അതിൽ നിന്ന് ചില പേരുകൾ ഉണ്ടാക്കി തങ്ങളുടെ ബിംബങ്ങൾക്കും മറ്റും ആ പേര് വിളിക്കുക. അത് മക്ക മുശ്രിക്കുകൾ ചെയ്തിട്ടുള്ള ഇൽഹാദാണ്. ഉസ്സ എന്നൊരു ബിംബം ഉണ്ടായിരുന്നു അവർക്ക്. അസീസ് എന്ന പേരിൽ നിന്നാണ് ഉസ്സ എന്ന പേരുണ്ടാക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ മനാച്ച, അത് മന്നാൻ, അൽ മന്നാൻ എന്നത് അള്ളാഹുവിന്റെ പേരാണ്. ആ പേരിൽ നിന്ന് അവരുണ്ടാക്കിയതാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാത്ത്, ഒരഭിപ്രായ പ്രകാരം ലാത്ത് എന്ന പേരിനെ കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായം. ഒരഭിപ്രായം എന്താണ്? അൽ ഇലാഹ് എന്ന അള്ളാഹുവിന്റെ പേരിൽ നിന്ന് അവർ ലാത്ത് എന്ന പേര് അവരുടെ ബിംബത്തിന് പറഞ്ഞു എന്നതാണ്. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യം നാം ചെയ്തുകൂടാ. അള്ളാഹുവിന്റെ പേരുകൾ അവന്റെ പടപ്പുകൾക്ക് പറഞ്ഞുകൂടാ. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരായി പറഞ്ഞ ചില പേരുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അവന്റെ പടപ്പുകൾക്ക് പറഞ്ഞത് കാണാം. ഉദാഹരണത്തിന് അൽ അസീസ് എന്നത് അള്ളാഹുവിന്റെ പേരാണ്. എന്നാൽ ഖുർആനിൽ അള്ളാഹു സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം പലതവണ അള്ളാഹു അസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസീസിന്റെ ഭാര്യ, അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ആ ഇസ്സത്തല്ല പടപ്പുകളുടെ ഇസ്സത്ത്, ഇസ്സത്തുള്ള ആൾ എന്ന് അവിടെ അർത്ഥം പറയാം. പക്ഷെ അള്ളാഹുവിന്റെ ഇസ്സത്ത് പോലെയാണോ? അല്ല, ആ അർത്ഥമല്ല. പക്ഷെ പടപ്പുകളിൽ അവരുടെ ന്യൂനതകൾ ഉള്ളവരായിരിക്കെ, അവർക്ക് കുറവുകൾ ഉള്ളവരായിരിക്കെ, അവർക്കൊരു തരം ഇസ്സത്തുണ്ട്. അതൊരിക്കലും അള്ളാഹുവിന്റെ ഇസ്സത്ത് പോലെയല്ല. അതുകൊണ്ട് പടപ്പുകൾക്ക് ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ചില പേരുകൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിലൊന്നാണ് അസീസ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നാൽ അവന്റെ പടപ്പുകളെ കുറിച്ച് ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഹയാത്ത് പോലെയാണോ പടപ്പുകളുടെ ഹയാത്ത്? ഒരിക്കലുമല്ല. പക്ഷെ ചില പേരുകൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് തകരാറില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ സമീഉം ബസീറുമാണ്. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. നാം മനുഷ്യനെ സമീഉം ബസീറുമാക്കിയിരിക്കുന്നു. അഥവാ അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ്. എന്നാൽ അള്ളാഹുവിന്റെ സമീഉം ബസറും പോലെയാണോ മനുഷ്യന്റെ സമീഉം ബസറും? ഒരിക്കലുമല്ല. എന്നാൽ അവനിൽ ഒരു തരം അവൻ്റെതായ രൂപത്തിൽ കാണുകയും കേൾക്കുകയും, മുൻപേ അവന് കേൾവിയില്ലായിരുന്നു, കാഴ്ചയില്ലായിരുന്നു, അള്ളാഹു അവന് നൽകിയതാണ്, അതില്ലാതായിത്തീരും. ഇങ്ങനെ ധാരാളം ന്യൂനതകളുള്ള, പരിധികളുള്ള സമഉം ബസറും മനുഷ്യരുണ്ട്.
അങ്ങനെയുള്ള പേരുകൾ അള്ളാഹു പടപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അൽ മലിക്കാണ്, അവൻ യഥാർത്ഥ രാജാവാണ്. എന്നാൽ മലിക് എന്ന് ഖുർആനിൽ പടപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നില്ല, വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. ആ കപ്പലിന് പിന്നാലെ ഒരു രാജാവുണ്ട്, മലിക്. അയാൾ എന്ത് ചെയ്യും? കപ്പലുകളൊക്കെ തട്ടിയെടുക്കും. അപ്പൊ മലിക് എന്ന് അള്ളാഹു പടപ്പുകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പേരുകൾ അങ്ങനെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് റഊഫും റഹീമുമാണ്, ദയുള്ള നബിയാണ്, റഹ്മത്തുള്ള നബിയാണ്. നബിയുടെ റഅഫത്തും റഹ്മത്തും അള്ളാഹുവിന്റെ റഹ്മത്തും റഅഫത്തും പോലെയാണോ? ഒരിക്കലുമല്ല, യാതൊരു നിലക്കുമല്ല. എന്നാൽ അള്ളാഹുവിന്റെ ചില പേരുകൾ അത് യാതൊരു കാരണവശാലും ഒരു നിലക്കും പടപ്പുകൾക്ക് യോജിക്കുകയില്ല. അങ്ങനെയുള്ള പേരുകളുണ്ട്, അത് പടപ്പുകളെ വിളിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പേരുകളാണ് അള്ളാഹു എന്ന പേര്. അള്ളാഹു എന്ന പേര് ഒരു പടപ്പിനും അത് യോജിക്കുകയില്ല, ഒരു സൃഷ്ടിയെയും അത് വിളിക്കാൻ പാടില്ല. റഹ്മാൻ എന്ന പേര് അത് ഒരു പടപ്പിനും യോജിക്കുകയില്ല, ഒരു പടപ്പിനെയും അത് വിളിക്കാൻ പാടില്ല. അബ്ദുറഹ്മാൻ എന്നല്ലാതെ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലല്ലാതെ അത് വിളിച്ചുകൂടാ. അങ്ങനെ അള്ളാഹുവിന് ഒരർത്ഥത്തിലും പടപ്പുകൾക്ക് വരാത്ത പേരുകളുണ്ട്. എന്നാൽ ആ അർത്ഥത്തിലല്ല, മറ്റൊരർത്ഥത്തിൽ പടപ്പുകൾക്ക് പറയാവുന്ന പേരുകളുമുണ്ട്. അത് പടപ്പുകൾക്ക് പറഞ്ഞാൽ അത് ഇൽഹാദാവുകയില്ല. എന്നാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പേരുകൾ അത് പടപ്പുകളെ വിളിക്കുക എന്നത് ഇൽഹാദാണ്. വളരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ അവനെ വിളിക്കുക, അതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച ഒന്ന് ചുരുക്കി സൂചിപ്പിച്ചിരുന്നു. നാം അള്ളാഹുവിനെ വിളിക്കേണ്ടത് അവനെ കുറിച്ച് പറഞ്ഞു തന്ന പേരുകളാണ്. അതിന്റെ പരിഭാഷ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ദുആ ചെയ്യുമ്പോൾ നാം വിളിക്കേണ്ടത് യാ അല്ലാഹുമ്മ, യാ റഹ്മാൻ, യാ ഹയ്യു, യാ ഖയ്യൂം എന്നീ പേരുകളാണ്. നമ്മൾ പഠിച്ചോനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൾ മലയാളത്തിലുള്ള അതിന്റെ അർത്ഥം പറയാതെ നാം ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു തന്ന പേരുകളാണ്. പൊതുവെ അള്ളാഹുവിന്റെ അസ്മാ അറിയുന്ന ആളുകളോടാണോ നാം സംസാരിക്കുന്നത്? നാം സാധാരണ ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ പേരുകൾ ഉപയോഗിക്കുക. ഇനി ചില സന്ദർഭത്തിൽ നമുക്ക് ആവശ്യം വരും അള്ളാഹുവിന്റെ പേരുകളുടെ അർത്ഥം പറയേണ്ടത്. ആ സന്ദർഭത്തിൽ അത് പറയുന്നത് കൊണ്ട് തകരാറില്ല. അത് പറയുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ഒരാളെ വഴിവഴച്ചവനായി നമ്മൾ പറയേണ്ടതില്ല. ഇപ്പൊ ചില ആളുകൾ അങ്ങനെ കടുത്ത രൂപത്തിൽ ചില പ്രയോഗങ്ങൾ പറയാറുണ്ട്. ചില ഖതീബുമാർ അവർ മിമ്പറുകളിൽ ദുആ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു പരിഭാഷ അള്ളാഹുവിനെ കുറിച്ച് പേരിന്റെ ഒരു പരിഭാഷ പറഞ്ഞ് ദുആ ചെയ്തു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചിലർ കടുത്ത ചില പ്രയോഗങ്ങൾ പറയുന്നത് കേൾക്കാം. തൗഹീദിൽ തെറ്റിപ്പോയി എന്നൊക്കെ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ പറയാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന മുവഹിദുകളായ ആളുകൾ അവരാ വിഷയം ഒരു പക്ഷേ നല്ല ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കുക, തിരുത്താൻ പറയുക. അതല്ലാതെ കടുത്ത ചില പ്രയോഗങ്ങൾ ആളുകളെ കുറിച്ച് അങ്ങനെ പറയുക, ഒരു നിലക്കും പരിഭാഷപ്പെടുത്താൻ പാടില്ല അള്ളാഹുവിന്റെ പേരുകൾ എന്നൊന്നും പറഞ്ഞുകൂടാ. അത് പരിഭാഷപ്പെടുത്താൻ അനുവാദമുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. അത് വേണ്ടി വരും, അത് ആവശ്യമായി വരും. അല്ലാതെ ആളുകൾക്ക് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക? അറബി അറിയാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരുകൾ അവന്റെ വിശേഷങ്ങൾ നാം പഠിപ്പിച്ചു കൊടുക്കുക? അതിന്റെ അർത്ഥം പറഞ്ഞിട്ടല്ലാതെ. ആ സന്ദർഭത്തിൽ അത് പറയാം. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ യഥാർത്ഥ പേരുകൾ എടുത്തു പറഞ്ഞ് തന്നെ അവനോട് ദുആ ചെയ്യുക. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരുകൾ അത് പല ഇനങ്ങളാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഭാഗം, അള്ളാഹുവിന്റെ പേരുകൾ പല ഇനങ്ങളാണ്. അവന്റെ എല്ലാ പേരുകളും ഒരുപോലെയല്ല. പണ്ഡിതന്മാർ അതിനെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കൂ, അള്ളാഹുവിന്റെ ദാത്തിയായ സിഫത്തിനെ അറിയിക്കുന്ന പേരുകളുണ്ട്. സിഫത്ത് എന്നാൽ വിശേഷണമാണ്. ദാത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള അവന്റെ സത്തയിലുള്ള അവനിലുള്ള വിശേഷണങ്ങൾ അറിയിക്കുന്ന പേരുകളുണ്ട്. എന്നാൽ അവന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് അവൻ ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന അവന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന പേരുകളുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ അൽ അലീം എന്ന പേര്, അവനെല്ലാം അറിയുന്നവനാണ്. അതറിയിക്കുന്നത് അവന് ഇൽമുണ്ട് എന്നാണ്. ഇൽമു അവന്റെ സിഫത്താണ്, വിശേഷണം. എങ്ങനത്തെ സിഫത്താണത്? ദാത്തിയായ സിഫത്താണ്, അഥവാ അള്ളാഹുവിലുള്ള അവന്റെ സത്തയിലുള്ള വിശേഷണമാണത്. അവനെല്ലാം അറിയുന്നവനാണ്. അതവന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷണമല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ രൂപത്തിലുള്ള പേരുകൾ അവന്റെ
ഫിഅലിയായ സിഫത്തിനെ അറിയിക്കുന്ന പേരുകളാണ്. സിഫത്ത് എന്നാൽ വിശേഷണം, ഫിഅലി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ. ഉദാഹരണത്തിന് അൽ ഖാലിഖ്, സൃഷ്ടാവാണവൻ, അഥവാ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ സൃഷ്ടിക്കും. അവൻ റസ്സാഖാണ്, അവൻ റിസ്ക് നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ക് നൽകും. അവന്റെ ഉദ്ദേശവുമായി എന്തിന് ബന്ധമുണ്ട്. അവൻ പുറത്തു തരുന്നവനാണ്, ഗഫൂറാണ്. അവന്റെ ഒരു പ്രവർത്തനം കൂടിയാണ്. അവന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ട, അവന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട ഒരു സിഫത്താണത്. അഥവാ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഈ രൂപത്തിൽ രണ്ട് ഇനങ്ങളുണ്ട്. അതുപോലെ നോക്കൂ, മറ്റൊരു ഇനമാണ് അള്ളാഹുവിന്റെ പേരുകളുടെ മറ്റൊരു ഇനം. അള്ളാഹുവിന്റെ ചില പേരുകൾ അവൻ ന്യൂനതകളില്ലാത്ത പരിശുദ്ധനാണ് എന്നറിയിക്കുന്ന പേരുകളായിരിക്കും. ഏതെങ്കിലും ഒരു സിഫത്തിനെ അറിയിക്കുന്ന പേരല്ല. ഇപ്പൊ അലീം എന്ന് പറഞ്ഞാൽ അവൻ ഇൽമുണ്ട്, അവൻ അറിവുള്ളവനാണ്. കവി എന്ന് പറഞ്ഞാൽ അവൻ ശക്തനാണ്, അവന് ഖുവ്വത്തുണ്ട്, ശക്തിയുണ്ട്. ഖുവ്വത്ത് എന്ന സിഫത്തിന്റെ വിശേഷണത്തെയാണ് അത് അറിയിക്കുന്നത്. എന്നാൽ നോക്കൂ, മറ്റൊരു ഇനം അള്ളാഹുവിന്റെ പരിശുദ്ധി അറിയിക്കുന്ന പേരുകൾ. ഉദാഹരണത്തിൽ ഖുദ്ദൂസ്, അവൻ അങ്ങേയറ്റത്തെ പരിശുദ്ധനാണ്. യാതൊരു ന്യൂനതയും ഒരു കുറവും ഒരു നിലക്കും അവനെ ബാധിക്കുകയില്ല എന്നതാണ് ആ പേരിന്റെ അർത്ഥം. അസ്സലാം എന്ന അള്ളാഹുവിന്റെ പേര് ആ അർത്ഥത്തിലാണ്. അഥവാ ഒരു കുറവുകളും ഇല്ലാത്തവനാണവൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവനാണവൻ. അസ്സലാം, അതാണ് ആ പേരിന്റെ യഥാർത്ഥ അർത്ഥം. സുബ്ബൂഹ് അള്ളാഹുവിന്റെ പേരാണ്. റുകൂഇൽ നമ്മൾ പറയാറുണ്ടല്ലോ, സുബ്ബൂഹ് ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്. സുബ്ബൂഹാണവൻ, അങ്ങേയറ്റത്തെ പരിശുദ്ധനാണ്. ഒരു ന്യൂനതയും ഒരു കുറവും അവനെ ബാധിക്കുകയില്ല. എന്നാൽ ഈ പേരുകൾക്കൊരു മറുവശമുണ്ട്. എന്താണത്? അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പൂർണ്ണതയും അവനുള്ളതാണ് എന്നതിനർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉറങ്ങുകയില്ല, അവൻ അനീതി ചെയ്യുകയില്ല. അവൻ അനീതി ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മറുവശം എന്താണ്? പരിപൂർണമായ നീതി മാത്രമേ അവനിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അവൻ ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഹയാത്താണ് അവന്റെ ഹയാത്ത്. ഒരു കുറവും സംഭവിക്കാതെ ജീവിച്ചിരിക്കുന്നവനാണവൻ എന്ന ഒരു മറുവശം അതിനുണ്ട്. ഇപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഇനം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ അറിയിക്കുന്ന, ന്യൂനതകൾ യാതൊന്നുമില്ലാത്തവനാണവൻ എന്നറിയിക്കുന്ന പേരുകളുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഇനം. ഇനി സഹോദരങ്ങളെ, നാലാമത്തെ ഇനം എന്താണ്? അതായത് ഒരു വിശേഷണമല്ല, മറിച്ച് ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ അടങ്ങുന്ന ചില പേരുകളുണ്ട് അള്ളാഹുവിന്. അതിൽപ്പെട്ടതാണ് അൽ മജീദ്, അൽ ഹമീദ്, അൽ അദീം. ഇതാണ് അൽ മജീദ് എന്ന് പറഞ്ഞാൽ മജിദ് അവനുള്ളതാണ്. മജിദ് എന്നാൽ മഹത്വമാണ്, ഔന്നത്യമാണ്. അഥവാ അവന്റെ ഏത് വിശേഷണങ്ങൾ എടുത്തു നോക്കിയാലും അവന് എല്ലാവിധ മഹത്വവുമാണുള്ളത്. അവന്റെ അറിവ് കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ വലിപ്പം കൊണ്ട്, അവന്റെ ശക്തി കൊണ്ട് അവൻ മജീദാണ്. അവൻ ഹമീദാണ്, സ്തുതികൾക്ക് അർഹനാണ്. അവന്റെ എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും അവൻ കാരുണ്യമുള്ളവനാണ്. അവന്റെ ശത്രുക്കളെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവനെല്ലാം കേൾക്കുന്നവനാണ്. ഇതൊക്കെ കൊണ്ട് അവൻ എന്താണ്? സ്തുതികൾക്ക് അർഹനാണ്. അപ്പോ ആ പേര് ഏതെങ്കിലും ഒരു സിഫത്തിനാണോ അറിയിക്കുന്നത്? അല്ല, ധാരാളം സിഫത്തുകൾ അറിയിക്കുന്ന പേരാണ് അൽ മജീദ്, അൽ ഹമീദ്. അതുപോലെ അൽ അദീം. അൽ അദീം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അളമത്തുള്ളവൻ, മഹത്വമുള്ളവൻ. അളമു മിൻ കുല്ലി അദീം, എല്ലാ മഹത്വമുള്ളവരെക്കാളും മഹത്വമുള്ളവനാണ് അള്ളാഹു. അത് അവന്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തെ അറിയിക്കുന്ന പേരല്ല, മറിച്ച് ധാരാളം വിശേഷണങ്ങൾ അറിയിക്കുന്ന പേരുകളാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പേരുകളുടെ പല ഇനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവന്റെ വിശേഷണങ്ങൾ അറിയിക്കുന്ന, അവന്റെ സമഅ, ബസർ പോലുള്ള വിശേഷണങ്ങൾ അറിയിക്കുന്ന പേരുകളുണ്ട്. അവന്റെ പ്രവർത്തനങ്ങളെ അറിയിക്കുന്ന പേരുകളുണ്ട്. അവൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ അറിയിക്കുന്ന പേരുകളുണ്ട്. അവന്റെ പരിശുദ്ധിയെ അറിയിക്കുന്ന, ന്യൂനതകളോ കുറവുകളോ ഇല്ലാത്തവനാണവൻ എന്നറിയിക്കുന്ന പേരുകളുണ്ട്. അതുപോലെ അവന്റെ ഒരുപാട് വിശേഷണങ്ങൾ, ഏതെങ്കിലും ഒരു വിശേഷണത്തെ അല്ല, ഒരുപാട് വിശേഷണങ്ങളെ അറിയിക്കുന്ന പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ഇങ്ങനെ സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് കാര്യങ്ങൾ അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും സംസാരിക്കാനും കേൾക്കുവാനും പഠിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم ربنا تقبل منا إنك أنت السميع العليم
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.